പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പഴയ നിയമത്തിൽ ഈജിപ്തുകാരെ സാക്ഷിയാക്കിക്കൊണ്ട് പാലസ്തീനിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേൽ ജനം നടത്തുന്ന ഒരു യാത്രയുണ്ട്. അത്രയും സുദീർഘമായ ഒരു യാത്രയ്ക്ക് അവർക്ക് ഒരു ആത്മീയ ശക്തി ലഭിച്ചിരുന്നു. ആ ആത്മീയ ശക്തി എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് സംഖ്യാപുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചന ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരം പറയുന്നു: 1-ാം മാസം 15-ാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുകയും കർത്താവിന് ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. ഇസ്രായേലിൻ്റെ കലണ്ടർ അനുസരിച്ച് 1-ാം മാസം നീസാ മാസമാണ്. നീസാ മാസം 14-ാം തീയതിയാണ് പെസഹ. 15-ാം തീയതിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. പുതിയ നിയമത്തിൽ പെസഹായ്ക്ക് വലിയൊരു അർത്ഥമുണ്ട്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ, പരിശുദ്ധ കുർബാന, ആ കുർബാന അനുഭവിച്ച് ആ പെസഹായുടെ പെരുന്നാൾ ആഘോഷിച്ച് ആ ദൈവിക ശക്തിയിലാണ് 15-ാം ദിവസം അവർ യാത്ര പുറപ്പെടുന്നത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് സുധീരമായൊരു യാത്ര അവർ നടത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത കാലയളവിൽ നമുക്ക് നമ്മുടെ ജീവിതയാത്രകൾക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ കുർബാനയെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ കുർബാനയാകുവാൻ എഴുന്നള്ളി വന്ന കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയെ, കർത്താവിനെ സ്വീകരിച്ച് ഉള്ളിൽ അനുഭവിച്ച് ആത്മീയ ശക്തി, ആത്മീയ പുതുക്കം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.